എറണാകുളത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നാണ് വെൽകെയർ ഹോസ്പിറ്റൽ. വെൽകെയർ ഹോസ്പിറ്റലിനോടനുബന്ധമായി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കൂടിയാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. എല്ലാവരുടെയും അനുമതിയോടെ ഇവിടെ ഒരുക്കിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ആരോഗ്യമേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത്. ആ സ്ഥാപനം നല്ല പുതിയൊരു ചുവടുവെപ്പ് കൂടി നടത്തുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. മാത്രമല്ല, ഒരു പ്രവാസി സംരംഭകൻ നാട്ടിലാരംഭിച്ച ഒരു സ്ഥാപനം കൂടുതൽ മുന്നേറുന്നു എന്നത് അതിയായ സന്തോഷം പകരുന്ന കാര്യമാണ്. നേരത്തെ ലേക്ക് ഷോർ ആശുപത്രി സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത ആളാണ് ഇതിൻ്റെ ചെയർമാനായ PM സെബാസ്റ്റ്യൻ. ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ സാരഥിയാണ് അദ്ദേഹം. കോട്ടയത്ത് ഒരു വിമൻസ് ക്യാൻസർ സെൻ്ററും വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നാണ് അറിയുന്നത്. പ്രവാസ ലോകത്തെന്നതിനൊപ്പം ജന്മനാട്ടിലും ഇത്തരം സേവനോന്മുഖമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തുന്നു എന്നത് എല്ലാ രീതിയിലും അഭിനന്ദനാർഹമാണ്. ക്യാൻസർ ചികിത്സാ രംഗത്ത് വെൽകെയർ ഹോസ്പിറ്റലിൻ്റെ ചുവടുവെപ്പുകൾക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് ലോകപ്രശസ്ത ആരോഗ്യ വിദഗ്ധനായ ശ്രീ MV പിള്ളയും ഒപ്പമുണ്ട്. അദ്ദേഹം ഇതിൻ്റെ എല്ലാം ഉപദേശകനായിട്ടുണ്ട് എന്ന് സ്വാഗത പ്രസംഗത്തിൽ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അത് കൂടുതൽ മികവിലേക്ക് സ്ഥാപനത്തെ നയിക്കാൻ ഇടയാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2.5 പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പാരമ്പര്യമാണ് ഈ ആശുപത്രിക്കുള്ളത്. താരതമ്യേന കുറഞ്ഞ ചെലവിൽ ആരോഗ്യ ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കാനും പലതരത്തിലുള്ള പുതിയ ആതുര സേവന പദ്ധതികൾ ഏറ്റെടുക്കാനും വെൽകെയർ ആശുപത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ ആർജിച്ച വിശ്വാസം കൊണ്ടാണ് വിവിധ ചികിത്സാ വകുപ്പുകളുള്ള ഒരു മഹത്തായ സ്ഥാപനമായി ഈ ആശുപത്രി വളർന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു പടി കൂടി മുന്നേറുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ ഒരുങ്ങിയിരിക്കുന്നു. ഇതുവരെ ആർജിച്ച വിശ്വാസ്യതയുടെയും പ്രവർത്തന പാരമ്പര്യത്തിൻ്റെയും തുടർച്ച ഇനിയും ഉണ്ടാകട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ ആശംസിക്കാനുള്ളത്. അധ്യക്ഷ പ്രസംഗത്തിനായി പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ PM സെബാസ്റ്റ്യൻ സാറിനെ ക്ഷണിക്കുന്നു. ആദരണീയരായ CM ശ്രീ പിണറായി വിജയൻ, IB ഈഡൻ MB, ഫ്രാൻസിസ് ജോർജ് MB, ശ്രീമതി ഉമാ തോമസ് MLA, കൊച്ചിൻ കോർപ്പറേഷൻ മേയർ M അനിൽകുമാർ, മുൻ മന്ത്രി EP ജയരാജൻ,
Dr. M.V. Pillai, Advisory Board Chairman, Sibin Sebastian, Vice Chairman, Reverend Father Dr. Alexander Kodarathil, Dr. P.S. John, CEO, Wellcare Hospital. ഇന്ന് വെൽകെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യുന്ന ഈ മഹത്തായ മുഹൂർത്തത്തിൽ ഞാൻ അതിയായ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കേരളത്തിൻ്റെ വ്യാപാര തലസ്ഥാനമായ കൊച്ചി ദീർഘദർശികളായ നേതാക്കളുടെ പ്രയത്നഫലമായി ഇന്ത്യയിലെ തന്നെ പല വലിയ നഗരങ്ങളെക്കാളും വളരെ വേഗത്തിൽ വളർന്നപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ആവശ്യം മനസ്സിലാക്കിയാണ് 350 ബെഡുകളുള്ള പുതിയ ആശുപത്രി സമുച്ചയം എന്ന ആശയം രൂപം കൊണ്ടത്. 2 ബ്ലോക്കുകളിലായി അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ, ആധുനിക ഡയഗ്നോസ്റ്റിക്സ് ഉപകരണങ്ങൾ, അത്യാധുനിക എക്മോ മെഷീൻസ്, എൻഡോസ്കോപ്പി മെഷീനുകൾ, സാങ്കേതികമായി ഏറ്റവും മികച്ച രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ, ICUകൾ, അന്താരാഷ്ട്ര പരിശീലനം ലഭിച്ച ഡോക്ടർമാർ, നേഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, മറ്റ് ജീവനക്കാർ തുടങ്ങി കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഒരു മികച്ച സംഭാവനയാണ് വെൽകെയർ ഹോസ്പിറ്റൽ നൽകുന്നത്. അത്യാധുനിക ട്രാൻസ്പ്ലാന്റ് സെൻറ്റർ ആൻഡ് ക്യാൻസർ സെൻറ്ററും ഉടൻ തന്നെ ആരംഭിക്കും. ഞാൻ ചെയർമാനായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ നിക്ഷേപ സൗഹൃദ സംരംഭമായ സിംഗിൾ വിൻഡോ പ്രോജക്റ്റിൽ കൂടിയാണ് ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റുകൾക്കും അംഗീകാരം ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വ്യവസായ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങി എല്ലാ വകുപ്പുകളിൽ നിന്നും, പ്രത്യേകിച്ച് KSIDCയിൽ നിന്നും ലഭിച്ച സേവനങ്ങൾക്ക് നന്ദി അറിയിക്കുകയും സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ആരോഗ്യ ചികിത്സാ രംഗത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്ന പിന്തുണയുടെ ഉദാഹരണമാണ് വെൽകെയർ ഹോസ്പിറ്റൽ. ഇന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി പേർ വെൽകെയർ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി എത്തുന്നു. ഇവരിൽ ഇന്ത്യക്കാർ മാത്രമല്ല, ഗൾഫ്, ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെ പൗരന്മാരും ഉണ്ട്. ആരോഗ്യ മേഖലയിൽ കേരളത്തിൻ്റെ നേട്ടങ്ങൾ പ്രശംസനീയമാണ്. ആരോഗ്യ നിലവാരം മെച്ചപ്പെട്ടതിനുള്ള പ്രധാന ഘടകം ഇവിടുത്തെ ആരോഗ്യ പരിപാലന സംവിധാനമാണ്. ദീർഘവീക്ഷണവും കർമ്മശേഷിയുമുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും പ്രതിബദ്ധതയുമാണ് ഈ മാറ്റത്തിന് ഉത്തേജനമായത്. എല്ലാവർക്കും എൻ്റെയും വെൽകെയർ ഹോസ്പിറ്റലിൻ്റെയും പേരിൽ അഭിമാനത്തോടും ആദരവോടും കൂടി നന്ദിയും സ്നേഹവും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.